ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് തേഴ്സ്ഡേ ഗൈഡൻസ് ആണ്, അതായത് മെയ് 15 എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെയും പോലെ ഫസ്റ്റ് നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. അതായത് മെയ് 15 എനർജി പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ടു ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കാണുന്നുണ്ട്. ഇന്ന് ഓവറോൾ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ്, സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു ടൈമാണ്. കുറച്ച് പേര് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഫേസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഹോം, അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ ആയിരിക്കാം, കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് ഇമോഷണലി ആയിരിക്കാം. അപ്പോൾ അവിടെയെല്ലാം ഒരു സ്റ്റെബിലിറ്റി, ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കോൺഫിഡൻസിൻ്റെ എനർജി ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസും വരുന്നുണ്ടാകാം. അപ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം പറയുന്നത്, എന്തെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ മൈൻഡ്, ബോഡി, സ്പിരിറ്റിൽ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരിക, കുറച്ചൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയെക്കുറിച്ച് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നതും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബുക്സിൻ്റെ എനർജിയും വരുന്നുണ്ട്. അതൊക്കെയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പേടി, ഫിയറിൻ്റെ എനർജി ഉണ്ടെങ്കിൽ അതും ഇവിടെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കാരണം ക്യൂൺ ഓഫ് വാൻസിൽ ഒത്തിരി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, ഒത്തിരി മാജിക്കൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ബിസിനസ്സിലായിരിക്കാം, കരിയറിലായിരിക്കാം, കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം. ഒത്തിരി സ്നേഹം, ഒത്തിരി കമ്പാഷൻ കുറച്ച് പേര് ചൂസ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ലൈഫിനെ കുറിച്ചിട്ട്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, ഒത്തിരി നല്ല നല്ല പ്ലാനിങ്സ് നടത്താനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് സോഡ്സ്, ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാണുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. കുറച്ച് പേർക്ക് നിങ്ങളുടെ വേർഡ്സ് മറ്റുള്ളവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ടും സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേടാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. ഒത്തിരി അക്കംപ്ലിഷ്മെൻറ്റിൻ്റെ എനർജിയും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻ നോക്കാം. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ അഫർമേഷൻ എന്താണ്? താങ്ക് യു. Today I feel healthy. Today my mind is clear, my body is healthy and my soul is at peace. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈൻഡ്, ബോഡി, സ്പിരിറ്റിൽ കുറച്ചൊരു ബാലൻസ്, ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ക്ലാരിറ്റി ഇല്ല, വ്യക്തത ഇല്ലാതിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി ചെയ്യാനായിട്ടും ശ്രമിക്കുക. മെയിനായിട്ട് നിങ്ങളുടെ സോളിന്, നിങ്ങളുടെ ആത്മാവിന് പീസ് കൊണ്ടുതരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചൂസ് ചെയ്യുക, അതിനോട് എസ് പറയുക. കുറച്ച് പേർക്ക് പ്രസൻറ്റ് സിറ്റുവേഷൻ, പ്രസൻറ്റ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഇപ്പോഴെന്താണോ എൻ്റെ ലൈഫിൽ ആവശ്യമുള്ളത്, ഇപ്പോൾ എന്താണോ ആക്ഷൻസ് എടുക്കേണ്ടത്, അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ക്യാരി ചെയ്യുന്നത്, അവിടെയെല്ലാം കുറച്ചൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടാണ് ഓവറോൾ ഈ ഒരു ദിവസം പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.
ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. അതായത് മെയ് 15 പാൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള എനർജീസ് എന്താണ്. താങ്ക് യു. പാൽ നമ്പർ 2യുടെ എനർജി തേഴ്സ്ഡേ. ലവേഴ്സിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യങ്ങൾ കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്യാനായിട്ട്, നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അവിടെയും കുറച്ചൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഹീലിംഗ് ആണ്. എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് എനർജീസ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഹെൽത്താണ്. ഹെൽത്ത് കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. സെൽഫ് കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് കോൺഫിഡൻസിൻ്റെ എനർജിയും ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് പ്ലാനിങ് കൊണ്ടുവരുന്നത്. എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മേജറായിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്ലാനിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്ട്രാറ്റജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതനുസരിച്ചിട്ട്, ആ പ്ലാൻ അനുസരിച്ചിട്ട് മൂവ് ചെയ്യുക. അത് കുറച്ച് പേർക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ആത്മധൈര്യമാണ്. അതെല്ലാം നന്നായിട്ട് ചാനൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം 2 ഓപ്പർച്യൂണിറ്റി, 2 അവസരങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കാം. ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ തരണം ചെയ്യാനായിട്ടുള്ള ഒരു എനർജി വരുന്നതാണ്. കുറച്ച് പേർക്ക് ആ ഒരു കോൺഫിഡൻസിൻ്റെ കുറവായിരിക്കാം. അത് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള എനർജി ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഒത്തിരി മെസ്സേജസും ലഭിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഹീലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് ബ്യൂട്ടിഫുൾ എനർജിയാണ്. ഒത്തിരി വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജി കാണുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. കുറച്ച് പേര് നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം, റെസ്പെക്റ്റ്, ബഹുമാനം അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് തരണം ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ വിന്നർ ആകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ്, ട്രോഫി, ഗിഫ്റ്റ് അങ്ങനത്തെയൊക്കെ എനർജീസ് കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പോർട്സിലായിരിക്കാം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ആ ഒരു എനർജി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സക്സസ് അല്ലെങ്കിൽ ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജി ആഡ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എനർജീസ് ഉണ്ടാകുന്നതാണ്. ഫൈനലായിട്ട് ഇന്നത്തെ അഫർമേഷൻ എന്താണ്. പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ അഫർമേഷൻ എന്താണ്. താങ്ക് യു. ടുഡേ ഐ ഫീൽ ഗുഡ്. Today I know deep down that I look good, feel good and I am a good person. ഇത് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ആ ഒരു എനർജിയാണ്. നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, അവിടെയെല്ലാം കുറച്ചൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങി വെക്കാനായിട്ട്, കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, വേറെ എന്തെങ്കിലും എനർജീസിലൊരു ഫ്രഷ് സ്റ്റാർട്ട്, പുതിയ തുടക്കം കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ അവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പിന്നോട്ട് വലിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അഗെയിൻ ആ ഒരു കോൺഫിഡൻസിൻ്റെ കുറവായിരിക്കാം. തന്നെക്കുറിച്ചിട്ട് താൻ കരുതുന്ന പല നെഗറ്റീവ് എനർജീസ് ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെൽഫ് വർത്ത് ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ അവിടെയും കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതിന് മെയിനായിട്ട് നിങ്ങളുടെ മൈൻഡ് കുറച്ചൊന്ന് കാമാക്കി നിർത്താനായിട്ട്, പീസ്ഫുള്ളായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഓവറോൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.